ഹലോ. അപ്പോൾ ഞാൻ ഇന്നൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ തരാമെന്ന് വിചാരിച്ചു. കാരണം കുറേ നാളെ ഞാൻ വിചാരിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്യണമെന്ന്, പക്ഷേ ഇങ്ങോട്ട് സമയം കിട്ടിയില്ല. അപ്പം ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നൊന്നുമില്ല. ഞാൻ എന്നെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ പേര്, ഞാൻ എവിടെ താമസിക്കുന്നത്, മീൻസ് എൻ്റെ നാട് എവിടെയാണ്, എൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ എന്താ പഠിച്ചത്, അങ്ങനെ എന്നെക്കുറിച്ച് മാത്രമുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ തുടങ്ങിയാലോ. അപ്പോൾ ഫസ്റ്റ് എൻ്റെ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. എൻ്റെ പേര് ദേവിക. എൻ്റെ നാട് കൊല്ലത്താണ്, കൊല്ലം പുനലൂരിൽ. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, അമ്മാമ്മ, പിന്നെ ഞാനാണ് ഉള്ളത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ വീട്ടിൽ ഉള്ളവർ. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചത് ഞാൻ 10 വരെ ഇവിടെ അടുത്തുള്ളൊരു സ്കൂളിൽ, +1 +2 അടുത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ പഠിച്ചത് ഡിഗ്രി BCom ആയിരുന്നു. BCom അക്കൗണ്ട്സ് ആൻഡ് ഡേറ്റാ സയൻസ് എന്ന് പറഞ്ഞിട്ട് അതൊരു പുതിയ കോഴ്സായിരുന്നു. അപ്പം അത് ഞാൻ പഠിച്ചത് അഞ്ചൽ സെൻറ്റ് ജോൺസ് എന്ന് പറയുന്ന കോളേജിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 6 മന്ത് കോഴ്സ് ചെയ്തു, ഡേറ്റാ സയൻസ് AIML എന്നൊക്കെ പറഞ്ഞിട്ട്. അത് എറണാകുളത്തായിരുന്നു. ഒരു 6 മാസത്തെ കോഴ്സ്, ഒരു ഇൻറ്റേൺഷിപ്പ് കൂടെ ചെയ്തു. അപ്പം 6 മാസം എറണാകുളത്ത്, 6 മാസം അല്ല, ഒരു വർഷത്തോളം അവിടെ നിന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നാട്ടിൽ വന്നു. ഇപ്പം ഞാൻ കറൻ്റ്ലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ PSC കോച്ചിങ്ങിന് പോകുന്നുണ്ട് ഓൺലൈനായിട്ട്. പിന്നെ ഇനി MBA കൂടി എടുക്കണം ഡിസ്റ്റൻ്റായിട്ട്. ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ സ്റ്റഡീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കങ്ങനെ പ്രത്യേകിച്ച് വലിയ കഴിവുകളൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പടം വരയ്ക്കാൻ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് പടം വരയ്ക്കാൻ അറിയത്തില്ല. പക്ഷെ എന്നാലും വരയ്ക്കാൻ വേണ്ടി ഇഷ്ടമാണ്. പിന്നെ ഈ ത്രെഡ് വർക്കിങ്, പിന്നെ ഈ ഡ്രസ്സിലൊക്കെ സീക്വൻസ് ഒക്കെ വെക്കത്തില്ലേ, അങ്ങനത്തെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ എൻ്റെ കുറച്ച് ഡ്രസ്സിലൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വേറെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാവുന്നതായിരിക്കും. അപ്പം എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇതൊക്കെയാണ് എൻ്റെ ഹോബീസ്. പിന്നെ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഞാൻ നന്നായിട്ട് TV കാണാറുണ്ട്. എനിക്ക് TV കാണുന്നത് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഫോണിൽ അങ്ങനെ വീഡിയോസ് കാണുന്നതിനെക്കാട്ടിലും TV ഞാൻ ഒരുപാട് കാണാറുണ്ട്. എനിക്കൊരു അനിയത്തിയുണ്ട്, അവളുടെ പേര് ദയ. അവളിപ്പം ഞാൻ പഠിച്ച സെയിം തന്നെ, BCom അക്കൗണ്ട്സ് ആൻഡ് ഡേറ്റാ സയൻസ്, സെയിം കോളേജിൽ, അഞ്ചൽ കോളേജിൽ തന്നെ പഠിക്കുന്നു. അവളിപ്പോൾ 2nd ഇയർ ആയി. ഇനി 1 ഇയർ കൂടെ കഴിയുമ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ആവും. ഇനി അത് കഴിഞ്ഞിട്ട് ഡേറ്റാ സയൻസിലോട്ട് പോകുന്നു, അക്കൗണ്ടിങ് ഫീൽഡിലോട്ട് പോകുന്നു, എനിക്കറിയില്ല. ഞങ്ങളിപ്പോൾ എടുത്ത കോഴ്സ് വരുമ്പോൾ ഡബിൾ മെയിൻ കോഴ്സ്. അപ്പോൾ നമുക്ക് അക്കൗണ്ടിങ് ഫീൽഡ് നോക്കാം, ഡേറ്റാ സയൻസ് ഫീൽഡ് നോക്കാം. അപ്പോൾ അവളിനി ഏത് ഫീൽഡിലേക്കാണ് പോകുന്നത് എനിക്കറിയില്ല. അവളുടെ ഇഷ്ടം പോലെ ആയിരിക്കും. എനിക്കെന്ന് അക്കൗണ്ടിങ് ആയിരുന്നു ഇഷ്ടമെങ്കിൽ പോലും പുറത്ത് പോകണം, അങ്ങനെ വീട്ടിൽ മാത്രമേ നിന്നിട്ടുള്ളൂ. അപ്പോൾ പുറത്ത് പോകണം, ഹോസ്റ്റലിൽ നിൽക്കണം, ഫ്രണ്ട്സുമായിട്ട് കറങ്ങണം, അങ്ങനെ ഒരു ഇത് കാരണം ഇഷ്ടമല്ല എന്നല്ല, ഇതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിയത്തില്ല. ഇപ്പം BCom അക്കൗണ്ട്സ് ആൻഡ് ഡേറ്റാ സയൻസ് പഠിക്കുന്നത് നമ്മൾ ഈ ബേസ് മാത്രമേ പഠിക്കുന്നുള്ളൂ, അല്ലാതെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല. അപ്പോൾ ഈ എന്താണ് ഡേറ്റാ സയൻസ്, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. പിന്നെ ന്യൂജൻ കോഴ്സ് ആയതുകൊണ്ട് അങ്ങനെ വലിയ നമ്മളത്ര ഇതാക്കി എടുക്കുന്നുമില്ല. പിന്നെ ടീച്ചേഴ്സിന് അത്ര വലിയ ഇതില്ല, കാരണം ഇത് തുടങ്ങിയിട്ട് 1 ഇയർ 2 ഇയർ ആയതേ ഉള്ളൂ. അപ്പം അതിൻ്റേതായിട്ടുള്ള ചെറിയ പോരായ്മകൾ ഉണ്ടായിരുന്നു. എറണാകുളത്ത് പോയി കോഴ്സൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് ഇത് ഫുൾ കോഡിങ്ങിൻ്റെ കളികളാണ്. മെഷീൻ ലേണിങ്, ഡീപ്പ് ലേണിങ്, എൻ്റെ ദൈവമേ, ഫുൾ കോഡിങ്, ഇതൊക്കെ. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളവർക്ക് നല്ലതാണ്. കോഡിങ്ങും ഡേറ്റയും അത്യാവശ്യം നല്ലതാണ്, പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളവർക്ക്. അല്ലെങ്കിൽ ഇതേപോലെ എന്നെപ്പോൾ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. എനിക്ക് ഡേറ്റാ സയൻസ് ഇഷ്ടമാണ്, പക്ഷേ എന്നാലും ഈ കോഡിങ്ങിൻ്റെ ഒക്കെ കാര്യം വരുമ്പോൾ എന്തോ ഒരിത്. പിന്നെ അതിൽ ഒരുപാടുണ്ടല്ലോ പഠിക്കാൻ. ഞങ്ങൾ എറണാകുളത്ത് പോയ സമയത്ത് ഞങ്ങൾ 5 ഫ്രണ്ട്സ് ചേർന്ന് ഒരുമിച്ചാണ് പോയത്. ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ലക്ഷ്മിപ്രിയയും, പിന്നെ അവളുടെ കോളേജിൽ 3-4. എൻ്റെ കോളേജിൽ നിന്ന് 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അഞ്ജന, മേഘ, ഫർസാന, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഒരു ഫ്രണ്ട്സ് ഗ്യാങ് പോയ പോലെയായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരേ PGയിലായിരുന്നു താമസിച്ചത്. അപ്പം നല്ല രസമായിരുന്നു, നല്ല വൈബ്. എല്ലാവരും ഭയങ്കര കമ്പനിക്കായി, കറങ്ങാനൊക്കെ പോയി. അവിടത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട്, പറയാൻ ഞാൻ നിർത്തത്തില്ല. ഞാൻ ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറാണ്. പക്ഷെ നിങ്ങൾക്ക് വീഡിയോസിലൊക്കെ കാണുമ്പോൾ അതങ്ങനെ ആണോ നിങ്ങൾ എടുക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ ശരിക്കും ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറാണ്. അതെൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും അറിയാം. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് മാത്രം ഞാൻ അങ്ങനെ സംസാരിക്കാറൊക്കെ ഉള്ളൂ. പിന്നെയും എൻ്റെ ഇത് കുറച്ച് മാറിയത്, ഞാൻ എറണാകുളത്തൊക്കെ പോയി നിന്നു, പഠിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ചൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇൻട്രോവേർട്ടിൽ നിന്ന് കുറച്ച് മാറി വരുന്നുണ്ട്. കോളേജ് ടൈമിലൊക്കെ ആണെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്ത് മാത്രമായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത്. ഇപ്പോൾ പുതിയതായിട്ടൊരാൾ വന്നു കഴിഞ്ഞാൽ നോക്കി ചിരിക്കുന്നല്ല, എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പം നല്ല മാറ്റം വന്നു. നേരത്തെ ആണെങ്കിൽ ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു, അങ്ങനെ അധികം ആൾക്കാരോട് സംസാരിക്കത്തില്ല. ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിൽ തന്നെ അങ്ങനെ മാത്രം സംസാരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, അത്യാവശ്യം നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ അത്ര ഇൻട്രോവേർട്ടൊന്നും അല്ല.
ഇൻട്രോവേർട്ടിൽ നിന്ന് മാറി മാറി വന്നുകൊണ്ടിരിക്കുക. കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പം എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും സംസാരിക്കുക എന്നെ മനസ്സിലായോ അങ്ങനെ. ഞാൻ ഇങ്ങനെ മനസ്സിലായില്ലെങ്കിൽ പോലും മനസ്സിലായി എന്ന് പറയും. അതൊക്കെ നമ്മൾ പൊതുവേ കൂടുതൽ ആൾക്കാർ അങ്ങനെയാണല്ലോ. പിന്നെ പൊതുവേ ഞാൻ കുറച്ചുകൂടി ഇൻട്രോവേർട്ടാണ്. ഞാൻ ഇങ്ങനെ അമ്മയുടെ പുറകെ ഇങ്ങനെ നടക്കും. കല്യാണത്തിനൊക്കെ പോയി ഞാൻ ഫുൾ ടൈം അമ്മയുടെ കൂടെ ആയിരിക്കും. അപ്പം എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ എൻ്റെ പേര്, സ്ഥലം, പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്, ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുക, എന്ത് പഠിച്ചു, എൻ്റെ ഹോബീസ്, പിന്നെ എൻ്റെ ക്യാരക്ടർ ഇതാ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത്രയും നേരം എല്ലാവരും ക്ഷമിച്ചിരുന്നു വീഡിയോ കണ്ടതിന് താങ്ക് യു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരണം എന്ന് വിചാരിച്ചു, അത് തന്നെ. അപ്പം ബൈ.